ഞാൻ ഈയിടെ ഇച്ചിരി ചക്ക വാങ്ങിച്ചു. അതിൽ നിന്ന് കിട്ടിയ കുരു കൊണ്ട് ചക്കക്കുരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാങ്ങ ഇടുന്നതിന് പകരം ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണിത്. അപ്പം ചക്കക്കുരുവും ഉപ്പുമാങ്ങക്കറിയുമായി. ഇതൊരു 10-12 ചക്കക്കുരുവേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 3 എരിവുള്ള പച്ചമുളക് ആണ് പൊളന്നിടുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കറിവേപ്പില. ഇതിൽ മാങ്ങ ചേർക്കുകയാണ്. ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ചേർക്കുകയാണ്. ഈ മാങ്ങയുടെ വെള്ളം ഞാനൊരു സ്വല്പം ചേർക്കുകയാണ്. അതിന് നല്ലൊരു ഉപ്പുമാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇളക്കി സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ചക്കക്കുരു വേകുന്ന നേരത്തെ അതിനുള്ള അരപ്പെടുക്കുകയാണ്. അരപ്പിനെടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. ഇനി ഇത് അരച്ചെടുക്കുകയാണ്. ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ അരപ്പ് ചേർക്കുകയാണ്. അതുപോലെ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. ഞാനൊരു സ്വല്പം വെള്ളം ചേർത്ത് ഇളക്കിയാണ് അരപ്പ് കറിയിലേക്ക് ചേർക്കുന്നത്. അരപ്പിൽ നമ്മൾ വെള്ളം ചേർക്കണം. അപ്പോൾ ആ വെള്ളം ഈ അരപ്പിൽ ചേർക്കുകയാണെങ്കിൽ ഇത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് എളുപ്പമാണ്. ഈ അരച്ച പാത്രം കഴുകി സ്വല്പം കൂടെ വെള്ളം ചേർക്കുകയാണ്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഞാനിത് അരയ്ക്കാനും 1 കപ്പ് വെള്ളം എടുത്തു. ഈ അരപ്പിലും 1 കപ്പ് വെള്ളം ചേർത്തു. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം കടുക് താളിച്ച് ചേർക്കാൻ. ഇപ്പോൾ ഇതിൽ ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. ഞാൻ ഇതിന് ഉപ്പ് കൊണ്ടുവന്ന് നോക്കട്ടെ. ചെറുതായിട്ട് ആവി വരുന്നിടം വരെ ചൂടാക്കിയാൽ മതി. ഇതിനാവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ ഉപ്പ് ചേർത്തില്ല. കറി ചൂടായി ഇതിൽ നിന്ന് ആവി പൊങ്ങുന്നുണ്ട്. ഞാനിത് ചട്ടി മാറ്റി കടുക് താളിച്ച് ചേർക്കുകയാണ്. കടുക് താളിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. 2 ഉണക്കമുളക്, 2 കറിവേപ്പില. കറിയിലേക്ക് ചേർക്കുകയാണ്. ചോറുണ്ണാൻ വളരെ നല്ലൊരു കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.